രാഹുൽ ഈശ്വറുടെ മാമന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതുവാൻ. കാരണം അറസ്റ്റിലായി ജയിലിൽ മൂട്ടകടിയും കൊണ്ട് കിടക്കുവാൻ പറ്റാത്തത് കൊണ്ട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് എന്നും പറഞ്ഞ് ചുമ്മാ വാർഡിലല്ല ഐസുവിൽ കൊണ്ട് പിടിച്ച് കടത്തി അങ്ങനെ AC മുറിയിൽ സുഖമായിട്ട് കിടന്ന് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് നടക്കുന്നത്. അതോടുകൂടി രക്ഷപ്പെട്ട കൂട്ടത്തിൽ ആദ്യത്തെ ആൾ നമ്മുടെ തന്ത്രി കണ്ഠരര് രാജീവരാണ്, രാഹുൽ ഈശ്വറുടെ അമ്മാവൻ. അതുകൊണ്ട് ഇത് കണ്ഠരരുടെ കൂടോത്രമാണോ പ്രാർത്ഥനയാണോ എന്ന് നമുക്ക് അറിവില്ല. എന്തായാലും ആ സന്തോഷത്തിൽ രാഹുൽ ഈശ്വർ രാവിലെ തന്നെ ചാടിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ എന്തായാലും കട്ടയ്ക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. കാരണം വാദിച്ചേ പറ്റൂ. കാരണം കണ്ഠരരെ എന്തൊക്കെ പറഞ്ഞാലും കണ്ഠരരുടെ ആ വിഷയത്തിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുവാൻ കാരണക്കാരനായ ഒരു കാരണഭൂതനാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ ഈശ്വർക്ക് പറയുവാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. കേട്ടാ തോന്നുന്നു ആദ്യത്തെ 2 പരാതി ശരിയാണ്. അതായത് മൂന്നാമത്തെ പരാതിയാണെന്നുള്ള സത്യമാണ്. പക്ഷേ രണ്ടാമത്തെ പരാതി സംശയം ആര് പ്രകടിപ്പിച്ചു? കോടതി പ്രകടിപ്പിച്ചു. ഒന്നാമത്തെ പരാതിയിൽ പീഡനം നിലനിൽക്കില്ലെന്ന് ആര് പറഞ്ഞു? കോടതികൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ പോലീസിന്റെ ദുരുപയോഗമല്ലേ കാണുന്നത്? രണ്ടാമത്തെ പരാതിയിൽ ബഹുമാനപ്പെട്ട കോടതി സംശയം പ്രകടിപ്പിച്ചു. ആദ്യത്തെ പരാതിയിൽ പീഡന പരാതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. ആ 2 പരാതികളും കൂടെ ഒരുമിച്ച് മെർജ് ചെയ്ത്, അല്ലെങ്കിൽ ആ 2 പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ ഒരുമിച്ച് മെർജ് ചെയ്ത് സാമ്പത്തിക ചൂഷണം കൂടി ഇട്ട് പുതിയൊരു പരാതി വരും. അങ്ങനെ പോലീസിനെ ദുരുപയോഗം ചെയ്യാനാണെങ്കിൽ എന്ത് ഈസി ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാർക്ക് ദുരുപയോഗം ചെയ്യാം. ഇതല്ലേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കുന്നത്. എനിക്ക് സംശയമുണ്ട് ഇനി ഇലക്ഷന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വ്യാജ പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ വരുമോ. കാര്യം ഇത്തരം ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചാൽ മാത്രം പോരെ. ഇപ്പം ഞാൻ ചില മാധ്യമങ്ങളിൽ കണ്ടു ശക്തമായ തെളിവുകൾ കൊടുത്തു എന്നൊക്കെ. എന്താ ശക്തമായ തെളിവുകൾ? നമുക്കറിയില്ല. പോലീസ് യഥാർത്ഥത്തിൽ കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ആരെയും ചെയ്തുകൂടെ? ഇവിടെയാണ് മാധ്യമങ്ങൾ, നിങ്ങളിൽ ചിലരും രാഹുൽ മാങ്കൂട്ടത്തിനോട് എതിരെ നിൽക്കുന്നവരായിരിക്കാം, അനുകൂലം നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ പോലീസിന്റെ ദുരുപയോഗം അങ്ങനെ തുടർന്നാൽ പിന്നീട് അവസാനമുണ്ടോ? ഇതിന്റെ മറ്റൊരു റിഫ്ലക്ഷൻ അല്ലേ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ സിദ്ദിഖ് കാപ്പനെ 1.5 വർഷം ജയിലിലിടുന്ന കാണുന്നത്, അല്ലെങ്കിൽ വിചാരണ തടവുകാരായി വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്ന കാണുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് ആദ്യഘട്ടത്തിൽ, ട്രയൽ ഘട്ടത്തിലല്ല, ആദ്യഘട്ടത്തിൽ എന്ത് ആരോപണവും എന്ത് കള്ളവും പറഞ്ഞ് ആർക്കെതിരെയും കാര്യം ഉന്നയിക്കാം. ഇന്നലെ കണ്ടില്ലേ, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ദേവന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞാണ്. ദേവന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ആചാരകാര്യങ്ങൾ തെറ്റിന് അറസ്റ്റ് ചെയ്തു. എന്നെ നാളെ, അതായത് നാളെ എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു പോകും. സൈബർ അധിക്ഷേപം നടത്തി. അങ്ങനെ വളരെ വിശാലമായ ഒരു വാക്കിൽ എന്തും പറയും. എന്നിട്ട് 3-4 ദിവസം ജയിലിൽ കിടത്തും, അല്ലെങ്കിൽ എന്നെ 16 ദിവസം ജയിലിൽ കിടത്തി ഇലക്ഷൻ ആയിരുന്നുകൊണ്ട്. ഇത് രാഷ്ട്രീയപരമായി മിസ്യൂസ് ചെയ്തത് CPM-കാരോടുള്ള അഭ്യർത്ഥനയാണ്. എല്ലാ കാലത്ത് CPM അല്ലല്ലോ ഭരണത്തിൽ ഇരിക്കാൻ പോകണം. നാളെ CPM വരും, കോൺഗ്രസ് വരും, BJP വരും, ആപ്പ് വരും, വേറെ ഏതെങ്കിലും പാർട്ടി വരും. അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് സംവിധാനത്തെ മിസ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ എന്തുകൊണ്ടാണ് മറ്റുദാഹരണങ്ങൾ, നമ്മുടെ കന്യാസ്ത്രീമാരെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. ആ കന്യാസ്ത്രീമാർ കൂടുതൽ ദിവസം കിടന്നു. എന്നാൽ ക്രിസ്മസ് ആക്രമിച്ചവർ അതിനെക്കാട്ടി കുറച്ച് ദിവസം മാത്രം കിടന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ആരോപിച്ച് സിദ്ദിഖ് കാപ്പനെ 1.5 വർഷം ജയിലിലിട്ടു. അങ്ങനെ എത്രയോ നമ്മുടെ നാട്ടിൽ അനീതി നടക്കുന്നുണ്ട്. അതായത് പോലീസിന് പരാതിക്കാരിയുണ്ട്, മൂന്നാമത്തെ പരാതിയാണ്. പരാതിക്കാരി പല തെളിവുകളും നൽകി. ആദ്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മൂന്നാമത്തെ പരാതിയാണെന്ന് പറയുമ്പോൾ കേട്ടാ തോന്നുന്നു ആദ്യത്തെ 2 പരാതി ശരിയാണ്. അതായത് മൂന്നാമത്തെ പരാതിയാണെന്നുള്ള സത്യമാണ്. പക്ഷേ രണ്ടാമത്തെ പരാതി സംശയം ആര് പ്രകടിപ്പിച്ചു? കോടതി പ്രകടിപ്പിച്ചു. ഒന്നാമത്തെ പരാതിയിൽ പീഡനം നിലനിൽക്കില്ലെന്ന് ആര് പറഞ്ഞു? കോടതികൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താ ജനപ്രതിനിധിക്കെതിരെ മാഡം പറഞ്ഞാണ് കറക്റ്റ്, സമാനമായിട്ടാണ് വരുന്നത്. എനിക്കറിയില്ല അതിന്റെ ഡീറ്റെയിൽസ് വരുമോന്ന് അറിയില്ല. ഇനി അതൊരു മീഡിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാണോ എന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ കോടതിയിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ നാളെ നമുക്കെതിരെ വന്നൂടെ? 2-3 പേരിൽ നിന്ന് പരാതി എടുക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ടോ? കാര്യം ഈ പെൺകുട്ടികൾ ആരാന്ന് പോലും നമ്മൾ അറിയുന്നില്ല, അറിയാനും പാടില്ല. കാര്യം അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ പരാതികൾ എഴുതി മേടിക്കാൻ പോലീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
ഇപ്പോൾ ഉദാഹരണം, ആദ്യത്തെ കേസ് നടക്കുന്ന അവസരത്തിൽ പോലീസ് ബാംഗ്ലൂരിൽ പോയി മറ്റൊരു പരാതി എഴുതി കൊണ്ടുവന്നു. അതിനാണ് വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്നൊക്കെ KPCയുടെ അധ്യക്ഷനൊക്കെ വിളിച്ചത്. വെൽ ഡ്രാഫ്റ്റഡ് ആണ് ഈ പരാതി എന്നുള്ളത്. അതിൽ കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചു. എന്തുകൊണ്ടാണ്? അത് ന്യൂസ് വാല്യൂക്കും മീഡിയ വാല്യൂവിനും പബ്ലിസിറ്റിക്കും വേണ്ടി കൊടുത്താണെന്ന് ഞാനല്ല, അല്ലെങ്കിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു. അപ്പോൾ ഈ മീഡിയ വാല്യൂവിന് വേണ്ടി ചെയ്യുന്നത്, നാളെ നിങ്ങളോ ഞാനോ ഇപ്പം അഭിപ്രായം പറയുന്നതിനോ മാധ്യമപ്രവർത്തനം നടത്തുന്നതിനോ ഇങ്ങനെ ഈസിയായി കേസിട്ടൂടെ? ആ പെൺകുട്ടി ആരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഐഡന്റിറ്റി പറയാൻ പറ്റില്ല. ഇപ്പം ഭ്രൂണത്തിന്റെ തെളിവുണ്ടെന്ന് പറയുന്നു, എനിക്കറിയില്ല. അതായത് ഇന്നലെ രാത്രി കിട്ട പരാതിയിൽ ഇത്രയും ഇന്നലെ രാത്രി കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഇന്നലെ രാത്രി ഒന്നരാഴ്ചത്തോളം അറിയില്ല. നിരീക്ഷണത്തിലായിരുന്നു. അപ്പൊ മുമ്പുള്ള പരാതികളെല്ലാം പരസ്യ സ്വഭാവത്തിലായിരുന്നു. ഇത് രഹസ്യ സ്വഭാവത്തിൽ എന്നൊക്കെ പറയുന്നത് ഇപ്പം എനിക്ക് തിരിച്ച് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയത് ഒരു വലിയ വിജയമായി കാണരുത്. നാളെ വേറൊരു ഭരണം വരില്ലേ? ഏതെങ്കിലും CPM നേതാവിനെ ഇതുപോലെ കൊടുക്കില്ലേ? നാളെ BJP ഭരിക്കില്ലേ? വേറെ ഏതെങ്കിലും ഈ സംസ്ഥാനത്ത് വേറെ ഭരിക്കില്ലേ? അല്ലെങ്കിൽ നാളെ ആപ്പ് ഭരിക്കില്ലേ? ഇത് പോലീസ് രഹസ്യ സ്വഭാവത്തിൽ കുടുക്കി എന്ന് പറയുന്നതും അർദ്ധരാത്രി പോയി അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതും ഒരു മെറിറ്റ് അല്ല. ആരെയും കൊടുക്കാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ? അതായത് ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഡിഫൻസ് ക്യാമ്പയിനാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മതി. അതായത് UDF അടക്കമുള്ള BJP അടക്കമുള്ളവർ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് റേസ് ചെയ്യുന്നത്. ആ സ്വർണ്ണക്കൊള്ളയുടെ മൊനയൊടിക്കാൻ വേണ്ടി തന്ത്രി അറസ്റ്റ് ചെയ്തു. അതായത് തന്ത്രിയിലേക്ക് എല്ലാ കുറ്റവും ചാർത്തി രക്ഷപ്പെടാനുള്ള ശ്രമം. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ സുരക്ഷയാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്ലാങ്കുകളിൽ, ഇലക്ഷൻ പ്ലാങ്കുകളിൽ CPMന്റെ. അപ്പോൾ സ്ത്രീ സുരക്ഷ ഉയർത്തി തങ്ങളുടെ വാദം മുമ്പോട്ട് കൊണ്ടുപോവുക. ഇലക്ഷൻ വരും പോവും. അങ്ങനെ വേട്ടയാടി തുടങ്ങിയാൽ എല്ലാ കാലത്ത് CPM ഇരിക്കുമോ? മറ്റു പല സംസ്ഥാനങ്ങളിലും എത്രയോ ഭരണങ്ങളുണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ആപ്പുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ എതിർ രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങനെ വേട്ടയാടിയാലോ? ഇതാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുള്ളത്, ഈ കള്ളക്കേസുകൾ എടുക്കരുത്. കേസ് പരാതി, ബാംഗ്ലൂരിലെ പെൺകുട്ടിയുടെ പരാതി നമുക്കെല്ലാം അറിയാം. മറ്റേ കേസ് കേൾക്കുമ്പോൾ ഇയാൾ പല കേസുകളിലും പ്രതിയാണെന്ന് പറയാൻ കൊണ്ടുവന്നതാണ്. ഇന്ന് ഞായറാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ്? ശനി ഞായറും അറസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട്. അപ്പം ഞായറാഴ്ച അറസ്റ്റ് ചെയ്തതിന് ശേഷം 2-3 ദിവസം ജയിലിൽ കിടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണെങ്കിലും ഇത്രയും ഗൗരവമുള്ള സ്വഭാവമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയും. ഇതിന്റെ വേസ്റ്റ് സ്വഭാവമാണ് നമ്മൾ ദിലീപ് കേസിൽ കണ്ടത്. 85 ദിവസം ശ്രീ ദിലീപ് ജയിലിൽ കിടന്നു. പക്ഷേ ഇതിൽ ഈ ഭ്രൂണം അതിന്റെ DNA പരിശോധിക്കുന്നുണ്ട്, അത്തരം തെളിവുകളുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന്, ഗർഭചിത്രം നടത്തിയെന്നല്ലേ പറയുന്നത്. ബ്രൂട്ടലായിട്ട് റേപ്പ് നടന്നിട്ടുണ്ടെന്നൊക്കെ വിവരങ്ങൾ പുറത്തു വരും. ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി ചോദിച്ചോട്ടെ, കഴിഞ്ഞ കേസിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അതിനു മുമ്പത്തെ കേസിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഹാബിച്വലായിട്ട് ഇത്തരം ജനപ്രതിനിധിക്ക് വരെ അടിക്കടി ഇങ്ങനെ വരും. എല്ലാം റേപ്പ് കേസുകൾ തന്നെയാണ്, ഗർഭചിത്രം തന്നെയാണ്, സാമ്പത്തിക തട്ടിപ്പുണ്ട്, ഇതൊക്കെ അടിക്കടി വരുന്നു. ഇതെല്ലാം വ്യാജമായിരിക്കാം എന്നുള്ളതാണ് രാഹുൽ. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ മാഡം പറഞ്ഞതിനോടും കൂടെ ചേർത്ത് പറയാം, ബ്രൂട്ടൽ റേപ്പാണ്. ആദ്യ കേസിലും ബ്രൂട്ടൽ റേപ്പ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഗർഭിണിയായിരിക്കുമ്പോൾ റേപ്പ് ചെയ്തു എന്നടക്കം പറഞ്ഞു. രണ്ടാമത്തെ കേസിലും ബ്രൂട്ടൽ റേപ്പ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഇത് മീഡിയക്കാരെ ഒരു നറേറ്റീവ് സെല്ല് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്. പക്ഷേ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ ഓർക്കേണ്ടത്, നാളെ വേറൊരു പാർട്ടി വന്നാൽ അവരുടെ ശത്രുക്കൾക്കെതിരെ ഇത് തന്നെ ചെയ്യില്ലേ? ഒരു മീഡിയ നറേറ്റീവിനപ്പുറം ഇത്തരം സമാനമായിട്ട് ഹാബിച്വലായിട്ട് മാഡം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹാബിച്വൽ ആണെന്ന് പറയാൻ ആദ്യ 2 കേസ് ശരിയാവണ്ടേ? അതായത് ഒരാൾക്കെതിരെ 10 വ്യാജ പരാതി വന്നു എന്നിരിക്കട്ടെ, അയാൾ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയാൻ പറ്റും? ഈ വന്ന പരാതികളല്ലേ രാഹുലിനെതിരെയുള്ള പരാതി? ആദ്യ 2 പരാതികൾ ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയല്ലേ പറഞ്ഞത്, രാഹുൽ ഈശ്വർ അല്ലല്ലോ. അതായത് രണ്ടാമത്തെ പരാതി കോടതി സംശയം പ്രകടിപ്പിച്ചു. കോടതിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? കോടതി സംശയം പ്രകടിപ്പിച്ചു. ആദ്യത്തെ പരാതിയിൽ നമ്മുടെ സെഷൻസ് കോടതിയാണെന്ന് തോന്നുന്നു, ഇപ്പോൾ നമ്മുടെ ആ റേപ്പ് ആരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. കൺസെന്റോടുകൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് പിന്നീട് റേപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ആണിന് എന്താ പിന്നെ രക്ഷ? ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ ഏത് പുരുഷനും റിസ്കിലല്ലേ? അവിടെയാണ് ഈ മെൻസ് കമ്മീഷനൊക്കെ വരണമെന്ന് പറയുന്നത്. കാര്യം സർക്കാരോ പോലീസോ ഒരു നറേറ്റീവ് പറയുമ്പോൾ മാധ്യമങ്ങൾ അതേപോലെ എടുത്തതും കൊടുക്കും. നാളെ ഏത് പുരുഷനും കൊടുക്കില്ലേ? നാളെ എൻ്റെ മകനോ നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ അച്ഛനോ ഇതെല്ലാം അറസ്റ്റ് ചെയ്തുകൂടെ? കാര്യം ഇത് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. മാഡം ഇപ്പം പറയുന്ന പോലെമാർക്കോ ബ്രൂട്ടൽ റേപ്പാണ് നടന്നതെന്ന്. റേപ്പ് ഒരിക്കലും ബ്രൂട്ടൽ അല്ലാതാകുന്നില്ല. റേപ്പ് ഏറ്റവും എന്താ പറയുക, മനുഷ്യത്വഹീനമായ കാര്യമാണ്, കൊലപാതകം പോലെയാണ്. പക്ഷേ ആ റേപ്പിനെ കുറിച്ച് വ്യാജ കംപ്ലൈന്റ് പറയുന്നതോ 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ശരിയല്ലെന്നും വ്യാജ റേപ്പ് കേസുകളാണെന്നും കോട്ട് ചെയ്തുകൊണ്ട് BBC-യുടെ ഒരു റിപ്പോർട്ട് തന്നെയുണ്ട്. എന്തുകൊണ്ടാണ്? കാര്യം ഇത് കൊടുത്തു കഴിഞ്ഞാൽ സമൂഹം അവനെ ഒറ്റപ്പെടുത്തും, അവന്റെ ജീവിതം നശിക്കും. ഇപ്പം താങ്കൾ തന്നെ ചോദിച്ചു, നിരന്തരമായി വരുന്നു, ഹാബിച്വൽ ഒഫൻഡർ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആദ്യ 2 കേസുകൾ നിലനിൽക്കില്ലെങ്കിൽ ഇതല്ലേ ആദ്യ കേസ്? ആദ്യ 2 കേസുകൾ നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ആദ്യ കേസ്? അപ്പോൾ ഒരാളെ, എനിക്ക് റിക്വസ്റ്റ് CPM ഗവൺമെന്റിനോടുള്ളത്, അങ്ങനെ കള്ളക്കേസുകൾ എടുത്താൽ അതിന് അവസാനമില്ല. നാളെ വേറൊരു ഗവൺമെന്റ് വന്നാൽ CPM-കാർക്കെതിരെ കള്ളക്കേസ് എടുക്കും. അത് ശരിയല്ല. അവിടെയാണ് അത് ശരിയല്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ പല വേദികളിലായിട്ട് പറയുന്നു, ഈ ശങ്കർദാസ് എന്ന് പറയുന്ന 83-84 വയസ്സായ മനുഷ്യനെ നിങ്ങൾ പീഡിപ്പിക്കരുത്. കാര്യം വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനാണ്, സ്ട്രോക്ക് വന്നതാണ്. നമ്മൾ ആരോടെങ്കിലും ജയിക്കാനോ ആരുടെയെങ്കിലും പുറത്ത് ദേഷ്യം തീർക്കാനോ ആരുടെയെങ്കിലും പുറത്ത് കുതിര കയറാനോ കേസിനെയും നിയമ സംവിധാനങ്ങളെയും
അവസരങ്ങളെയും ദുരുപയോഗം ചെയ്താൽ പിന്നെ അതിന് അവസാനമില്ല. ഈ കേസും ആലോചിച്ച് നോക്കുക. നാളെ കോടതിയിൽ ഇതും കോടതി സംശയം പ്രകടിപ്പിച്ചു എന്നിരിക്കട്ടെ, അടുത്ത കേസ് ഒന്നുകൂടി. എന്ത് ചെയ്യാനാണ്? എന്താ കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രതിരോധം ഉയർത്താം. ഇല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും വിചാരണ തടവുകാരായി 4-5 വർഷം കിടക്കുന്ന ആൾക്കാരെ പോലെ കള്ളക്കേസിൽ കുടുങ്ങി 1.5 വർഷം പോയതുപോലെ നമ്മുടെ തിരുവനന്തപുരം MP അടക്കമെതിരെ വ്യാജ പരാതികൾ നോർത്ത് ഇന്ത്യയിലെ ചില മീഡിയകൾ കൊണ്ടുപോകുന്ന പോലെ അദ്ദേഹം ഭാര്യയെ ബ്രൂട്ടലായി കൊന്നു എന്ന് പറയുന്നത് പോലെ ഇതിനൊരു അവസാനമില്ല. അവിടെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അവധാനത വേണമെന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞാൽ നമ്മളെല്ലാം തള്ളി പറയണം. പ്രഥമ ദൃഷ്ടിയ കേസ് നിൽക്കുമെങ്കിൽ അതെങ്കിലും തള്ളി പറയണം. ഇപ്പോ ആദ്യ 2 കേസുകളും കൂടി കമ്പൈൻ ചെയ്ത് മൂന്നാമത്തെ ഒരു കേസ് എടുത്തു എന്നല്ലേ തോന്നുന്നത്. കാര്യം ആദ്യ 2 കേസുകളിലെ ആരോപണം മൂന്നാമത്തെ കേസിൽ ഒരുമിച്ച് വന്നു. അതിന്റെ കൂടെ ഞാൻ മനസ്സിലാക്കുന്ന സാമ്പത്തിക ചൂഷണം കൂടെ വന്നു എന്നുള്ളതാണ്. അറിയില്ല ശരിയാണോ, എനിക്കറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് സാമ്പത്തിക ചൂഷണമാണ് ചെയ്തതെന്ന്. പക്ഷേ അങ്ങനെ വ്യാജ പരാതികൾ വെച്ച് കൊടുക്കാൻ നോക്കിയാൽ എല്ലാ കാലത്തും ഒരു ഭരണം ഉണ്ടാവില്ലെന്നും തിരിച്ച് ബാക്കി ആരെങ്കിലും ഇതേപോലെ കള്ളക്കേസ് എടുക്കും. എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും, നാളെ അങ്ങനെ CPM നേതാക്കൾക്കെതിരെ വേറൊരു ഭരണം വന്നാൽ കള്ളക്കേസ് എടുത്താൽ അതിനെ എതിർക്കാൻ ഞാൻ ഉണ്ടാവും. കാര്യം ശ്രീ മുകേഷിനെ CPMകാർ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാൻ മാത്രമാണ് ഒരു വിഷയം സപ്പോർട്ട് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, ശ്രീ മുകേഷിന് അനുകൂലമായ കോടതി പരാമർശങ്ങൾ വരെയുണ്ട്, എന്നിട്ട് CPM സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഈ സ്ത്രീപക്ഷ വിഷയങ്ങളെ ആയുധവൽക്കരിക്കുന്നതും പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്നതും, അതായത് എതിരാളിയെ തകർക്കാനുള്ള ബോംബായി ഉപയോഗിക്കുന്നതുമാണ് ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. രാഹുൽ ഈശ്വറിനെതിരുള്ളത് നിരന്തരമായി ഇരകളെ അധിക്ഷേപിക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശം. നാളെ ഈ ഒരു കേസിൽ കോടതിക്ക് തോന്നുകയാണ് ഇത് ശരിയാണ്, ഇപ്പൊ രാഹുലിന്റെ ആരോപണങ്ങളും തെറ്റാണ്, കോടതി അടക്കം തള്ളുവാണെങ്കിൽ ഈ ഇപ്പം പറഞ്ഞതെല്ലാം പിൻവലിക്കും, ഈ ഇരകളോട് മാപ്പ് പറയും. അല്ല, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവർ ഇരകളല്ല പരാതിക്കാരാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇരയാണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ താങ്കളോട് ചോദിക്കാം, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ ഇരയാണോ? അല്ലല്ലോ. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞു. അപ്പൊ ആ സ്ത്രീ ഇരയല്ല. പേര് പറയാത്ത വേർന്നുകൊണ്ടല്ല ഇനി ആ സ്ത്രീ നാളെ എനിക്കെതിരെ കേസ് കൊടുക്കും. അതുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനാണോ? അല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 2ാമത്തെ കേസ് എടുക്കുക, കോടതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞ കേസ്, അതിൽ ആ പെൺകുട്ടി ഇരയാണോ? കംപ്ലൈന്റന്റ് ആണ്, പക്ഷെ ഇരയാണോ? അല്ല. അപ്പോ പീഡനാരോപണം നിലനിന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇരയോ അതിജീവിതയോ ആകുന്നത്? പീഡനാരോപണം നിലനിന്നാൽ മാത്രമല്ലേ ഇര അല്ലെങ്കിൽ അതിജീവിതയാകൂ. ഇല്ലെങ്കിൽ തെറ്റായ പരാതിയല്ലേ. ഞാനങ്ങനെ തെറ്റായ പരാതിക്കാരിയാണ്, വ്യാജ പരാതി എന്ന വാക്ക് ഉപയോഗിച്ചതിനാണ് എനിക്കെതിരെ നാളെ എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ അന്യായം കണ്ടിട്ട് വേദന തോന്നുന്നില്ലേ? ഒരു വിഷമം തോന്നുന്നില്ലേ? 16 ദിവസം, അതായത് ഞാൻ കമ്പയർ ചെയ്തവരല്ല, ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ശ്രീ വേടനെതിരെ ബലാത്സംഗം അടക്കമുള്ള വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നു, എനിക്കതിൽ വിശ്വാസവുമില്ല. പക്ഷേ ശ്രീ വേടൻ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുന്നില്ല. നേരെ മറിച്ച് ആ പരാതി തെറ്റാണെന്ന് പറഞ്ഞതും അത് ശരിയല്ലെന്ന് പറഞ്ഞതിനും വളരെ വേഗമായ വകുപ്പ് ചുമത്തി അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്നും ഫോട്ടോ ഇട്ടു എന്നൊക്കെ കള്ള പരാതിയിൽ എടുത്ത് എന്നെ 16 ദിവസം ജയിലിലിട്ടു. അങ്ങനെ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലാണ് നമ്മുടെ കന്യാസ്ത്രീമാരെ ഇടുന്നത്. അതിനാണ് നമ്മൾ ഊറ്റം കൊള്ളുന്നത്. ശരിയല്ല, ഒരിക്കലും ശരിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വ്യാജ പരാതിയാണെന്ന്, അതിജീവിതകളുടെ പരാതിയെ വ്യാജ പരാതിയാണെന്ന് പറയുമ്പോൾ പക്ഷെ കോടതി പറഞ്ഞില്ലേ ഇപ്പൊ ഉദാഹരണം ശബ്ദത്തിന്റെ പ്രശ്നമല്ലല്ലോ ഞാൻ രാഹുൽ വേണ്ട, കോടതി പറഞ്ഞില്ലേ. അതായത് ഉദാഹരണം നേരത്തോളം സ്പെസിഫിക്കലി ചോദിക്കാൻ കാര്യം, ബ്രോഡായിട്ട് ചോദിച്ച അർത്ഥമില്ലല്ലോ, ഡീറ്റെയിൽസിലാണല്ലോ കളി. രാഹുൽ മാങ്കൂട്ടത്തിലുള്ള 2ാമത്തെ പരാതി ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല. കാര്യം എന്തുകൊണ്ടാണ്? കോടതി പറഞ്ഞു ആ പരാതിയിൽ, പക്ഷെ പരാതി സംശയം ഉണ്ടെന്ന് കോടതി പറഞ്ഞാൽ പിന്നെ എങ്ങനെ? അന്വേഷണം തള്ളില്ലല്ലോ. ഇനി അത് വർഷങ്ങളോളം പ്രൊസീജിയർ അല്ലേ. അപ്പൊ ഇത് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴും കുറ്റക്കാരനാണ്. മാഡം, അങ്ങനെ ഏതെങ്കിലും കേസ് ആരെ കുറിച്ചെങ്കിലും പറയൂ? കേസ് നിലനിൽക്കില്ലെന്നല്ലേ. അതായത് കോടതി ഏതെങ്കിലും കേസിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് കോടതി പറയില്ല, പകരം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാതി നിലനിൽക്കില്ല എന്നേ പറയുള്ളൂ. മാഡം, അന്വേഷണം നടക്കുന്നത് ഇതേപോലെ തന്നെയാണ്. അതായത് ഇപ്പം നിവിൻ പോളി നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു. നിവിൻ പോളി കൊച്ചിയിലായിരുന്നു, ദുബായിൽ റേപ്പ് നടന്നു എന്ന് ആരോപിക്കുന്ന ദിവസങ്ങളിൽ. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. നിവിൻ പോളി നിരപരാധിയാണെന്ന് കോടതി പറയില്ല, പകരം ഈ കുറ്റം നിലനിൽക്കില്ല. അത് കോടതിയുടെ ഭാഷയാണ്. ആ ഭാഷയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും ഒരാൾ നിരപരാധിയാണ്. ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മരിക്കുന്നവരെ ഇങ്ങനെയല്ലേ നിൽക്കൂ? ഈ കേസുകൾക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഉണ്ടോ? പോട്ടെ, ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് കോടതിയുടെ ഉത്തരവ് വന്നു. ഇപ്പം ദിലീപിനെയും വെറുതെ വിടുന്നില്ല, ആ ഉത്തരവ് പറഞ്ഞ ജഡ്ജിയെ വെറുതെ വിടുന്നില്ല. നമ്മൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലോ മാധ്യമപ്രവർത്തകരോ ആൾക്കാരോ മനസ്സിലാക്കുന്നത് നമ്മളാണ് വേട്ടക്കാർ. അതായത് അതിജീവിതയ്ക്ക് എന്ന പേരിൽ, പരാതിക്കാരിക്ക് എന്ന പേരിൽ ബാക്കിയുള്ളവരെ നമ്മളാണ് വേട്ടയാടുന്നത്. ഇപ്പോൾ ആ ജഡ്ജിയെ വേട്ടയാടുകയാണ്. ജഡ്ജി ശരിയല്ല എന്ന് പറയുകയാണ്. ആ ജഡ്ജി ഒരു സ്ത്രീയല്ലേ. ഞാൻ എന്തുകൊണ്ടാണ് വിഷയങ്ങൾ കൂട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് സമാന സ്വഭാവമുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ത്രീകൾക്കെതിരെ പരാതി വന്നാൽ അതിനെ ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ ഡീൽ ചെയ്യണം. പക്ഷേ കോടതി ഉത്തരവുകൾ വന്നാലെങ്കിലും അതിൽ ആരോപിതരായവർ കുറ്റക്കാരല്ലെന്ന് പറയാനുള്ള ഒരു മര്യാദ
മര്യാദ നമ്മൾ കാണിക്കണം. പ്ലസ് ആ ജഡ്ജിമാരെ ആക്രമിക്കുന്ന സ്വഭാവം അവസാനിക്കണം. ഇല്ലെങ്കിൽ നമ്മളെല്ലാം റിസ്കിലല്ലേ. ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പരാതി ചോദിക്കാം. റേപ്പ് അലിഗേഷൻ ഈ അവസരത്തിൽ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. പക്ഷേ വിധി വായിച്ചു കാണും. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ്. ആദ്യത്തെ കേസിൽ കോടതി പറഞ്ഞത് ഗർഭഛിദ്രത്തിന്റെ അലിഗേഷൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് എന്താ നിലവിൽ അറസ്റ്റിലാണ്? അന്വേഷണം നടക്കുന്നുണ്ട്. അല്ല, ആദ്യ കേസിലല്ലല്ലോ. നമ്മുടെ ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? ആ അടിസ്ഥാനം ഒരാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ നിരപരാധിയാണെന്നുള്ളതാണ്. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഈ കേസുകളിൽ നമ്മൾ എടുക്കുന്ന മാനദണ്ഡം നേരെ തിരിച്ചാണ്. ഹി ഈസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവ്ഡ് ഇന്നസെന്റ് ആൻഡ് ഓൾസോ ഗിൽറ്റി ഈവൻ ഇഫ് പ്രൂവ്ഡ് ഇന്നസെന്റ്. അതേ ഒരു മാന്യത നമ്മൾ അതിജീവിത ഈ പരാതിക്കാർക്കും നൽകണ്ട. വ്യാജമാണെന്ന് ആദ്യമേ പറയുന്നതും തെറ്റല്ല. അല്ല, നമ്മളല്ലല്ലോ പറഞ്ഞത്. ആ പരാതികൾ നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് പറയണം? വ്യാജമാണെന്നാണല്ലോ താങ്കൾ. അതെ, ആ പരാതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ശരിയായ പരാതി എന്ന് പറയണം. ഇത്രയും സെൻസിറ്റീവായ ഒരു കേസുമായിട്ട് വരുമ്പോൾ അത് ഈ സെൻസിറ്റീവായ കേസ് സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമാണോ? ഇത് അനുഭവിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, അതല്ലെങ്കിൽ അനുഭവിക്കുന്ന രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ, എന്റെ വീട്ടുകാർ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഞങ്ങൾക്കൊന്നും സെൻസിറ്റീവ് അല്ലേ? ഈ അതിജീവിതയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഇരയുടെ, നിങ്ങൾ 3 പേരും വിളിച്ചോളൂ, അവരുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും പോലും ലോകം അറിയുന്നില്ല. ഞങ്ങളുടെ വീടുകളിൽ റെയ്ഡ് ഉണ്ടാകുന്നു, ഹരാസ്മെന്റ് ഉണ്ടാകുന്നു, ജാമ്യം നിഷേധിക്കുന്നു, 16 ദിവസം ജയിലിലിടുന്നു. ഞങ്ങളുടെ വീട്ടുകാർക്കൊന്നും സെൻസിറ്റീവ് അല്ലേ? ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്തോളൂ, പുരുഷന്മാരെ ചവിട്ടി തേക്കരുത് അല്ലെങ്കിൽ അവഗണിക്കരുത്. പലപ്പോഴും സ്ത്രീരക്ഷാ നിയമങ്ങൾ കറക്റ്റാണ്, കാര്യം സ്ത്രീകൾക്കൊരു മുൻഗണനയും പരിഗണനയും കൊടുക്കാനാണ്. പക്ഷേ പുരുഷന്മാരെ അധിക്ഷേപിച്ചാലേ സ്ത്രീ വിമോചനമാകൂന്ന് കരുതിയാൽ നാളെ നമ്മളെല്ലാം, പ്രത്യേകിച്ച് പുരുഷന്മാർ, റിസ്കിലാണ്. നേരത്തെ മാഡം ചോദിച്ചു എന്തുകൊണ്ടാണ് വ്യാജ പരാതി എന്ന് പറയുന്നത്. ആ പരാതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്? ഒരു വാക്ക് പറഞ്ഞാൽ അത് പറയാം. ആ പരാതി കോടതി സംശയം പ്രകടിപ്പിച്ചു, ഈ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്? 3 കേസിൽ ഒതുങ്ങും എന്ന് തോന്നുന്നു. ഇല്ല, ഇത് 3 അല്ല 30 കേസുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 10 കേസോ 30 കേസോ വരും. കാര്യം ഏതാണ് പെൺകുട്ടി എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതെങ്കിലും ഒരാളുടെ അങ്ങനെ പരാതി എഴുതി മേടിച്ച് പോലീസിന് വേട്ടയാണെങ്കിൽ ചെയ്തുകൂടെ? ഇതിന്റെ മറ്റൊരു വർഷം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്നതാണ്, അവനൊക്കെ രാജ്യദ്രോഹിയാണ്, അവനെ അകത്ത് കിടക്കണം. അപ്പം നമ്മൾ ചോദിക്കും, സാർ എന്താണ് രാജ്യദ്രോഹം ചെയ്യുന്നത്? നീയും രാജ്യദ്രോഹിയാണ്, നീയും അകത്ത് കിടക്കണമെന്ന്. അതായത് നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, രാജ്യദ്രോഹത്തിന്റെ കേസുകൾ വളരെ വ്യാപകമായി, സെഡീഷൻ, UAP അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ശരിക്കും എന്താ ഇവർക്ക് ജാമ്യം കൊടുക്കാത്ത, എന്താ രാജ്യദ്രോഹം എന്ന് ചോദിച്ചാൽ, കണ്ടോ നീയും അവന്റെ ആളാണെന്ന് പറയും. എന്തർത്ഥമാ? ഇപ്പൊ ഇത് തന്നെ നമ്മളോട് പറയും തിരിച്ച്. കേരളത്തിലാണെങ്കിൽ തിരിച്ച്, അതായത് കൃത്യം ഞാൻ രാഷ്ട്രീയം പറയാം, അതിന്റെ രാഷ്ട്രീയം പറയാം. എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം പറയാം. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ഒരു വലതുപക്ഷ സർക്കാരുകളാണ് ഭരിക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്കും സൗത്ത് ഇന്ത്യയിലും പ്രധാനമായിട്ട്, വിശിഷ്യ കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരുകളാണ് ഭരിക്കുന്നത്. വലതുപക്ഷ സർക്കാരുകൾ വേട്ടയാടാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും മുസ്ലിങ്ങളെയും ദളിതരെയും ന്യൂനപക്ഷങ്ങളെയാണ്. ഇടതുപക്ഷ സർക്കാർ വേട്ടയാടാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പുരുഷന്മാരെയും. കാര്യം ഒരു ലെഫ്റ്റ് ലിബറൽ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് ഉള്ളവരാണ്. അപ്പൊ ഈ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിന് വേണ്ടി മറുഭാഗത്തൊരു ശത്രു വേണം, അത് പുരുഷനാണ്. അവിടത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സിന് മറുഭാഗത്തൊരു ശത്രു വേണം, അത് ക്രിസ്ത്യാനിയും ചില സമയത്തും, അല്ലെങ്കിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ ദളിതനുമാണ്. ഇതാണ് യഥാർത്ഥം നമ്മുടെ രാഷ്ട്രത്തിൽ സംഭവിക്കുന്നത്. വെറുതെ നോക്കിയാൽ ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആ പാവപ്പെട്ട കന്യാസ്ത്രീമാർ, എനിക്ക് 7 ദിവസം ജയിലിൽ കിടന്നു, 7 ദിവസത്തോളം അവർ കിടക്കുകയുണ്ടായി. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂടെ ഒരു വാക്ക് എഴുതി ചേർത്താൽ മതി, നിർബന്ധിതം എന്ന് എഴുതി ചേർത്താൽ അവരെ അറസ്റ്റ് ചെയ്യാം. ഗൂഢാലോചന എന്ന് എഴുതി ചേർത്താൽ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോർത്ത് ഇന്ത്യ കണ്ടത്. നമുക്കത് കണ്ടിട്ട് വിഷമം ഉണ്ടായില്ലേ? കർത്താവിന്റെ മണവാട്ടിമാർ അവിടെ 7 ദിവസം ജയിലിൽ കിടക്കുന്നത് നമുക്ക് വിഷമം ഉണ്ടായി. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അവിടെ സിദ്ദിഖാപ്പനെ, മലയാളിയായ മാധ്യമപ്രവർത്തകൻ, ഒരു ന്യൂസ് കവർ ചെയ്യാൻ പോവാണ്, കവർ ചെയ്തിട്ടില്ല, ന്യൂസ് കവർ ചെയ്യാൻ പോകണം. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 42 കിലോമീറ്ററോ 26 കിലോമീറ്ററോ ഇപ്പുറത്ത് വെച്ച്, ആ സ്ഥലത്ത് പോലും എത്തിയിട്ടില്ല, അറസ്റ്റ് ചെയ്തു. അദ്ദേഹം കാറിൽ നിന്ന് 2 ആൾക്കാർ, പുള്ളി 1.5 വർഷം ജയിലിൽ കിടന്നു. എന്താ പോലീസിന്റെ ആരോപണം എന്നറിയാമോ? ഇയാൾ കാസ്റ്റ് വാറുകൾ അല്ലെങ്കിൽ ജാതി സംഘർഷങ്ങളും ജാതി യുദ്ധങ്ങളും ഉണ്ടാക്കാനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് പോലീസിന് എങ്ങനെ മനസ്സിലായി? പോലീസിന് നിർബന്ധിതം എന്ന് എഴുതി ചേർത്തു എന്നൊരു വരി എഴുതിയാ പോരെ? കാര്യം ഈ പെൺകുട്ടി, ആദ്യത്തെ പെൺകുട്ടി സ്വമേധയാണ് മരുന്ന് കഴിച്ചതെന്ന് പറയുന്നു. ഒരു വരി എഴുതി ചേർത്താ പോരെ നിർബന്ധിതം? വീഡിയോ കോളിലടക്കം ഇത് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതിന്റെ എങ്ങനെയാണ് സാർ വീഡിയോ കോളിൽ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്? ഒന്ന് അതിന്റെ വീഡിയോ ഓഡിയോ പുറത്തു വന്നിട്ടില്ല, കോടതി കൊടുത്തിട്ടുണ്ടോ അറിയില്ല. അല്ല, വീഡിയോ ഓഡിയോ പുറത്തു, ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ കഴിച്ചതല്ലേ? ഇവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ഉള്ളൊരു ബന്ധമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു വരി കൂടെ പറഞ്ഞു കൊടുത്തോട്ടെ. ഇനി ഒരു വരി കൂടെ, ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇവർ തമ്മിൽ പരസ്പര ബന്ധത്തോടെയുള്ള ഇഷ്ടമായിരുന്ന ബന്ധമല്ലേ ഉണ്ടായിരുന്നു? അതിനുശേഷമല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്?
2, ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു പ്രസ് മീറ്റ് വിളിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു വീഡിയോ പുറത്തിട്ടിരുന്നു. ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറഞ്ഞെന്താ അറിയോ? പേര് ഞാൻ പറയുന്നില്ല. രാഹുൽ ഈശ്വറിനോട് ഖേദം പറയുന്നു, നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല, ബാക്കിയുള്ളവരാണ് തെറ്റിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റും നടപടി എടുക്കണമെന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പറയുന്ന മീഡിയ നറേറ്റീവുകൾ ഞാൻ എതിർക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും മീഡിയയിലും ഇടപെടുകയും ചെയ്യും. ഈ നറേറ്റീവ് വിജയിക്കാൻ വേണ്ടി, ഇതിനെ നറേറ്റീവ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്, ഈ നറേറ്റീവ് വിജയിക്കാൻ വേണ്ടി കുറെ കള്ളങ്ങളും വാസ്തവങ്ങളല്ലാത്ത കാര്യങ്ങളും അസത്യങ്ങളും പറയുന്നു. പോലീസുകാർക്കും ഇതറിയാൻ കള്ളമാണ്, പക്ഷേ പോലീസുകാർ രാഷ്ട്രീയ സമ്മർദ്ദത്താലോ രാഷ്ട്രീയ കാരണങ്ങളാലോ വേട്ടയാടും. എന്നും ഓർക്കുക, ഒരു പാർട്ടി മാത്രം ഒരു സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കില്ല, മാറി മാറി വരും. നാളെ അവർക്കിഷ്ടമില്ലാത്ത മാധ്യമപ്രവർത്തകരെയും അവർക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയക്കാരെയും അവർക്കിഷ്ടമില്ലാത്ത ആക്ടിവിസ്റ്റുകളെയും ഇതേപോലെ കൊടുക്കാൻ അവസരം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഏക കാര്യം, നിങ്ങൾ മനസാക്ഷി വെച്ചൊന്ന് ആലോചിക്കുക. ഈ പരാതി വീണു എന്നിരിക്കട്ടെ, 4ാമത്തെ പരാതി വീണ്ടും വരും. അന്നും എന്ത് ചോദിക്കുമെന്ന് അറിയാമോ? ഹാബിച്വൽ ഒഫൻഡർ അല്ലേ? ഒരു കാര്യം കൂടെ, ഹാബിച്വൽ ഒഫൻഡർ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്, ഒരാൾക്കെതിരെ 100 പരാതി വന്നാലും അയാൾ ഹാബിച്വൽ ഒഫൻഡർ ആവില്ല. അയാൾ ഒഫൻസ് ചെയ്തു എന്ന് കോടതി 1, 2, 3 തവണ പറയാതെ, പ്രത്യേകിച്ച് 2 വേണമെങ്കിലും പറയാതെ, അതായത് ഒരാൾക്കെതിരെ 100 പരാതി വന്നാലും അയാൾ ഹാബിച്വൽ ഒഫൻഡർ ആവില്ല. പക്ഷേ ഒരു കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം 2ാമത്തെ കേസിൽ ശിക്ഷിക്കപ്പെടുകയോ 2ാമത്തെ കേസിൽ ശക്തമായ ആരോപണം വന്നത് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി പറയുകയോ ചെയ്യാതെ അയാൾ ഹാബിച്വൽ ഒഫൻഡർ ആവില്ല. ഇപ്പൊ ഉദാഹരണവും ഞാൻ നേരത്തെ ചോദിച്ചു തന്നെയാണ്, ഇത് കോടതി പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റാണ്, തെറ്റുകാരനാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു, ഇത് തെറ്റ് തന്നെയാണ്, ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയും. ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നു മാത്രമല്ല, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ആ പരാതിക്കാരിയുടെ ഭർത്താവ് വിളിച്ച കേസിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമല്ല, ആ പരാതിക്കാരിയുടെ ഭർത്താവിനോടൊപ്പമാണ്. ഞാൻ അത് പരസ്യമായി പലതവണ പറയുകയും ചെയ്തു. കാര്യം ആ പയ്യനാണ് യഥാർത്ഥത്തിൽ ഇതിലെ ഇര, അതിജീവിതൻ. അവന്റെ ഒരു തെറ്റും ചെയ്യാതെ അവന്റെ ജീവിതം നശിക്കുകയാണ്. കേസ് കണ്ടു കാണും. അവന്റെ പോലും പിക്ചർ ബ്ലർ ചെയ്താണ് കൊടുക്കുന്നത്. ആ പയ്യൻ പറയുകയും അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ പറയുകയും ചെയ്തു, നല്ല എടുക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ്, എന്റെ മുഖം ബ്ലർ ചെയ്യണ്ട, എനിക്ക് നാണക്കെടാന്ന് മുഴുവൻ നാണം കിട്ടും. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ അല്ല ആ വിഷയത്തിൽ ഈ ചെറുപ്പക്കാരനോടൊപ്പമാണ്. പക്ഷേ ഇപ്പം എന്നോട് ചോദിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നാളെ കോടതി പരാമർശമോ അല്ലെങ്കിൽ കോടതി ഇത് നിലനിൽക്കുമെന്നോ കോടതി കുറ്റക്കാരനോ ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയും. തന്ത്രിക്കെതിരെ നാളെ കോടതി പരാമർശം വന്നാൽ കോടതി തെറ്റുകാരനെന്ന് പറഞ്ഞാൽ തള്ളിപ്പറയും. തിരിച്ചൊരു കാര്യം, ഈ പരാതിയിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ, നിരപരാധിയാണെന്ന് കോടതി പറയില്ല, കാര്യം അത് കോടതിയുടെ ഭാഷയല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല, ഞങ്ങൾ ചെയ്തത് ശരിയല്ലെന്നല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നിലനിൽക്കില്ല എന്തെങ്കിലും പറയുമോ? അത് ചെയ്യില്ല പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് പറയാൻ കാരണം, ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് 7 വർഷത്തോളമുള്ള നിയമ പോരാട്ടത്തിൽ അദ്ദേഹം തെളിയിച്ചു. 85 ദിവസം ജയിലിൽ കടന്നു. ശ്രീ ദിലീപിനോട് ഒരു സോറിയോ ഖേദപ്രകടനമോ പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട്. എന്തായാലും കേരളത്തിലുള്ള സകല മാധ്യമങ്ങളും രാഹുൽ ഈശ്വറിനോട് വളരെ സന്തോഷമുണ്ട്, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിൽ സന്തോഷമുണ്ട്. അതല്ലായിരുന്നെങ്കിൽ മൊത്തത്തിലാകെ കീറിപ്പറഞ്ഞു നിൽക്കുന്ന ആ രാഹുൽ ഈ വിഷയത്തിലും മിണ്ടാതിരുന്നുവെങ്കിൽ ഇതോടുകൂടി ഏതാണ്ട് കഥ കഴിയുമായിരുന്നു. എന്നാൽ വീണ്ടും രാഹുൽ വിഷയത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതുകൊണ്ട് ജനങ്ങൾ ഇയാളെ ശ്രദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നോക്കുക, സകല മാധ്യമങ്ങളും രാഹുലിനെതിരെയാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാഹുലിന് അനുകൂലമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് i2 ന്യൂസ് മാത്രമാണ്. തുടക്കം മുതൽ ഇന്ന് വരെ മിഷൻ 250യുടെ ഇന്ന് 91ാം ദിനമാണ്. ഈ 91 ദിവസം, അതിനു മുമ്പ് 60 ദിവസം തുടർച്ചയായി ആദ്യം മുതൽ തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ തന്നെ ഇപ്പോഴും രാഹുലിന്റെ ആ വിഷയവുമായി ഞങ്ങൾ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാഹുലിനെ ഒരു പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയോ വെള്ളപൂശുവാനുള്ള ശ്രമമല്ല. പക്ഷേ ഇത് സംഘടിതമായ ഒരു ആക്രമണമാണ്. ഇതിന്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സംഘടിതാക്രമണമാണ്. അതിനകത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ മാപ്രകൾ എത്രത്തോളം തരം താണു പോയി എന്ന് നിങ്ങൾ നോക്കുക. എല്ലാവരും ഇപ്പോൾ പോവുകയാണ്. ഒട്ടൊരുത്തൻ പോലും ഇതിന്റെ പിന്നിലുള്ള ഈ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഇതെന്തുകൊണ്ടാണ് ഇതുപോലെ വേട്ടയാടുന്നതിനെക്കുറിച്ചോ വളരെ സ്പഷ്ടമായി സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുമെങ്കിൽ പോലും മാധ്യമങ്ങൾ ഏകപക്ഷീയമായി രാഹുലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും നിങ്ങൾ വശംവദരാകരുത്, മനസ്സു മാറരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. സത്യം തെളിയുക തന്നെ ചെയ്യും, സത്യമേ ജയിക്കൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.